ഗെയിമല്ലേ, നമ്മൾ ലഘു കൂടെ പ്രസവനാണും പിന്നെ കുറച്ച് പ്രസവനാൻസ് ഒക്കെ കളിക്കുന്നുണ്ടെന്ന് രണ്ടെണ്ണം കളിക്കുന്നുണ്ട്. ഞാനൊരു വാച്ച് ഉണ്ടാക്കി. അതെ ഗൈസ്, ഇത് എൻ്റെ വാച്ച്, ഇത് ദിയാടെ വാച്ച്, ഇത് അതെ ഗൈസ്. അപ്പം ഗൈസ് എൻ്റെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ ബാക്കിൽ ദിയാന്ന് എഴുതി. എൻ്റെ ദിയ എൻ്റെ വാച്ചിൻ്റെ ബാക്കിൽ ഉണ്ടാക്കിയ എൻ്റെ സ്റ്റൈലിൽ ഹാർട്ടിൽ വന്നിട്ട് അതെടുത്ത് കാണുന്നില്ല. അതെയോ പ്രോഗ്രസ് നമ്മൾ 12 ആയിട്ടുണ്ട്. ഞാനാണ് ഇത് കാണിക്കുന്നത്, ദിയല്ല. ഓക്കെ, ഞാൻ ഷോർട്ട് കട്ട് ഇട്ടിട്ട് എവിടെ നിന്നാണെന്ന് അറിയാമോ? ഞാൻ പറയാം. നമ്മൾ രണ്ടുപേരും മുറിയുന്ന ഞാനറിയ അവിടെ നിന്നിട്ട് ആ ബാത്റൂമിൻ്റെ വഴിയിൽ അവിടെ നിന്ന് ഇങ്ങനെ ചെണ്ടിന്ന് കറങ്ങി പിന്നെ നമ്മുടെ ടേബിളൊക്കെ ഇരിക്കുന്ന സ്ഥലമില്ലേ അവിടെ കൂടെ പോയി പിന്നെ തിരിച്ച് കറങ്ങി തിരിച്ച് ഞാൻ്റെ മുറിയിലോട്ട് പോയി പിന്നെ എൻ്റെ മുറിയിലോട്ട് പോയി ഒരു ഷർട്ട് കട്ട് എടുത്തിട്ട് വരാം. അതൊന്നും അത് തേങ്ങയും മനസ്സിലായില്ല. നിങ്ങൾക്കെല്ലാം മനസ്സിലായോ? ഓക്കെ, ദിയ പോയിട്ടോ. അപ്പോൾ കഴിച്ച് നമുക്ക് അതുവരെയൊക്കെ കളിക്കാം. ദിയ എവിടെയാ ഷോർട്ട് കട്ടാ എന്തോ തേങ്ങ എന്തോ ഒക്കെ ചെയ്യാൻ പോയിട്ടുണ്ട്. ഞാൻ അറിഞ്ഞ പോലും ഇല്ല ഗൈസ്. നമ്മളിപ്പോൾ സ്റ്റേജ് ഏതോ ഒരു സ്റ്റേജ് 5 സ്റ്റേജാണെന്ന് തോന്നുന്നു, 5th സ്റ്റേജാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. മുറിയുടെ അവിടെ ലോക്കായിരുന്നു ഡോർ, അതുകൊണ്ട് കയറാൻ പറ്റിയില്ല. ഞാൻ ജസ്റ്റ് ഡോർ ഇങ്ങനെ കെട്ടി ഇവിടുന്ന് ഷോർട്ട് കട്ട് എനിക്ക് കറങ്ങി അങ്ങോട്ട് പോയി. ഭയങ്കര നല്ല ഷോർട്ട് കട്ട്. ഇത് മറ്റേ പൂളിൻ്റെ അന്ന് നമ്മൾ കളിച്ചില്ലേ അതേപോലത്തെ അന്ന് നിങ്ങൾ കണ്ടു കാണും. പൂളായിരിക്കും. ഞാനവിടെ കയറിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. അതെ ഗൈസ്, നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. അല്ലേ നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. മറ്റേ ദിയ അതിങ്ങനെ കാണിച്ചിട്ടില്ലായിരുന്നു. അതിൻ്റെ പുറമെ കാണിച്ചത് ദിയാടെ കണ്ണാടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ വിചാരിച്ചു. നമ്മൾ ഇവിടെ വരെ എത്തി, മറ്റേ കളി വരെ അല്ലേ? എനിക്ക് പേടിയാ മല പോകുന്ന കണ്ടിട്ട്. ഞാൻ വേഗം ഞാൻ കളിക്കുന്നത് ഇത് വേഗം പോയിട്ടോ. ഇവിടെ പോകുന്നത് ഞാൻ കളിച്ചു. ഞാൻ പറഞ്ഞോളാം ഗൈസിൻ്റെ അടുത്ത്. ഞാനാണെങ്കിൽ ഒരു ഷോർട്ട് കട്ട് എടുക്കുക. തവണ ഷോർട്ട് കട്ട് ചെയ്യുന്നതായി 40 10 പോകും. അധികം പോയിട്ട് ഞാൻ അതോടെ കളിക്കാം. പ്രോഗ്രസ് 44 ആയി. എനിക്ക് പോലെ എത്രയായി ഗൈസ്? നമ്മൾ മറ്റേ കഫച്ചേരി എന്ത് എത്തിയിട്ടുണ്ട്. അതുണ്ടോ നല്ല ഫ്ലൂറസെന്റ് പിങ്ക് ലഘുവൊക്കെ ഇരിക്കണുണ്ട് ഗൈസ്. നമുക്ക് വേഗം പോവാല്ലേ? പിന്നെ ഇവിടം വരെ എത്തിയ മറ്റേ സ്പീഡ് കോള ഓടിക്കുന്ന അവിടം വരെ എത്തി നമ്മൾ. ഞാനെന്തിനാ ഇതന്നെ വായിച്ചോണ്ടിരിക്കുന്നത്? അതൊക്കെ പോട്ടെ, നമുക്ക് കളിയിലോട്ട് കിടക്കാം. അതെ സബ്സ്ക്രൈബ് ചെയ്ത ചോക്ലേറ്റിന്റെ പെട്ടി കിട്ടും. അതെ ഗൈസ്, ചോക്ലേറ്റിന്റെ പെട്ടി കിട്ടുക. സബ്സ്ക്രൈബ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടല്ലോ അല്ലേ? ലോ വ്യൂസും അതെ ഗൈസ്, ഒരു വീഡിയോക്ക് 76 വ്യൂസ്. എനിക്ക് ഞങ്ങൾക്കൊരു 1 മില്യൺ വ്യൂസെങ്കിലും താന്ന്. വ്യൂസും സബ്സ്ക്രൈബേഴ്സും എല്ലാം ഈ പ്ലീസ് ഗൈസ് അതെ ഗൈസ് പ്ലീസ് വീഴുന്നതായിരുന്നു. അതെ ഗൈസ്, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതിന്. പക്ഷെ നിങ്ങളാരും ചെയ്യുന്നില്ല, അപ്പം ഞങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പം നിങ്ങളൊന്ന് ചെയ്യണം, അപ്പം ഞങ്ങൾക്കൊരു സന്തോഷമാകും. സ്റ്റോറേജ് റൂം വരെ എത്തി പറഞ്ഞു എൻ്റെ മോനെ. എൻ്റെ ദിയാടെ ബാഗ് അത്ര വലിയ അതൊന്നും എടുത്തു. ഞാനിപ്പോൾ കളിച്ചു. നമ്മൾ മാറി നിൽക്കും. എൻ്റെ ഓറഞ്ച് കുഞ്ഞാണ് ഇവരെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഇത് ഇന്നലത്തെ ഡ്രസ്സിന് മാച്ചിങ് ആയിരുന്നു. ആണോ? ആ ശരിയാ. അതൊക്കെ പോട്ടെ, നമുക്ക് കളിക്കാം. ഫേവറേറ്റ് ഐറ്റം അതെന്തുവാ? ഓ മാറ്റോ, എന്ത് ഇറിറ്റേഷന്. ഫേവറേറ്റ് ഐറ്റം ഛർദിച്ചിട്ടോ നീയൊക്കെ ഛർദിക്കാൻ മുട്ടുന്ന കേസ് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഛർദിക്കാനെന്തോ പോയിട്ടുണ്ട്, എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പേടിയാവുന്നുണ്ട്, എന്നാലും ഛർദിച്ചോ ഇല്ലയോ എന്നാണ് അറിയത്തില്ല. നമുക്ക് കളിക്കണോ? ഓക്കെ ഗൈസ്. ഓ ഗൈസ്, ഓ അതാണ് ഞാൻ ചേച്ചി റീലയുടെ ഛർദിക്കും. ഓ ഗൈസ് ഒന്ന് പോയി ഗൈസ്, റീലയുടെ ഛർദിക്കാൻ പോകണമെന്ന് ഞാൻ വിചാരിച്ചു. കണ്ണുവേദന ഇതെങ്ങനെ? ആ ഗൈസ് ദിയ ഉറങ്ങാൻ പോയിട്ടുണ്ട്, അപ്പൊ അതിലേക്ക് ഞാൻ കളിക്കാന്ന് വിചാരിച്ചു. ഇല്ലത് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ആകെ 6 മിനിറ്റ് ആയിട്ടുള്ളൂ. ദിയ കിടന്നുറങ്ങുന്നു. 64 പ്രോസസ്, അടുത്ത 68 ആവും ഗൈസ്. അങ്ങനെ ആയിരിക്കും എൻ്റെ ഒരു തോന്നൽ. എന്താണെന്നാണ് 68 ആയിരിക്കും അടുത്ത പ്രോസസ് ആകുന്നത്. കില്ലോൺ ഫിനിഷ് കൊടുക്കണം, എന്നിട്ട് പൈസയും പോവും, വീഡിയോയും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു ഫണ്ട് കിട്ടില്ല. അപ്പോൾ ഫിനിഷൊന്നും കൊടുക്കും. ജമ്പ് സ്കെയർ അങ്ങനെ ചെയ്യാനാ? ആ അതൊന്നും കണ്ട നമുക്ക് കളിയോട്. നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു, നല്ല ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു. ദിയ ഇറങ്ങിക്കോട്ടെ, നമുക്ക് കളിക്കാം. ഞാൻ പറഞ്ഞ പോലെ 68 തന്നെയായി പ്രോഗ്രസ്. അപ്പോൾ നിങ്ങൾ കമൻറ്റൊക്കെ ഷെയറും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണമൊക്കെ ഞങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ ആരും ചെയ്യാത്തതുകൊണ്ടാണ്. ഇത്രയും ഒരാഴ്ച ഒരു 6 സബ്സ്ക്രൈബറാ, 5 4 അല്ല, 6 സബ്സ്ക്രൈബറിൽ തന്നെ നിൽക്കും. അയ്യോ മറ്റേ ഇവല്ലേ പൂവ് എനിക്ക് വേണ്ട. അയ്യോ ഇവല്ലേ പൂവ് വേണ്ടേ. ഇതാരാ സമുലി? അതാരാ സമീല? അതാരെങ്കിലും ആവട്ടെ. നമുക്ക് ചീഫ് ലബൂബ്, ഈ ലബൂബിൻ്റെ പേര് ചീഫ് ലബൂബ് എന്നാണ്. ഈ ലബൂബിന് എനിക്കിഷ്ടമല്ലോ. മോശമില്ല, കോളേജൊക്കെ നടക്കുന്നുണ്ട്. ലബൂബല്ലേ അത് ലബൂബേ അല്ല, അത് വേറെ ഏതോ മനുഷ്യൻ ലബൂബിയുടെ വേഷം കിട്ടി വന്നിരിക്കുന്ന. അതുകൊണ്ടാണ് മുഖമൊക്കെ നമ്മളെ ഓരോന്നും എനിക്കിപ്പോ സന്തോഷമാണ്. അതെല്ലാം ജയിക്കുമ്പോഴേ ഒരു സന്തോഷം കിട്ടുമല്ലോ, ആ ഒരു സന്തോഷമാണ് എനിക്കിപ്പോ വന്നത്. 76 തിരിച്ചിട്ട 6 7 ഇപ്പൊ വീഴും ബെഡിന്ന്. എൻ്റെ മോനെ നിങ്ങൾക്കത് കാണാൻ പറ്റത്. ഇത് ഭയങ്കര ഫണ്ണിയാണ്. ദിയയുടെ ബെഡിൽ നിന്ന് പറഞ്ഞു തറയിലാണ് ഇപ്പൊ കിടക്കുന്നത്. സ്ലീപ്പിംഗ് മാസ്ക് വരെ തറയിൽ പോയി. ദിയ ഇപ്പൊ വീണ്ടും കളി കൊണ്ടുണ്ട്. ഭയങ്കര കോമഡിയല്ലേ ഗൈസ്. ദിയ ഉറങ്ങുക തന്നെയാണാ ഗൈസ്? മിണ്ടുന്നില്ല. 84. അയ്യോ അത്രയും പ്രോസസ്സായ എൻ്റെ മോനെ. അയ്യോ ഞാൻ അറിഞ്ഞു പോലും ഇല്ല. ഇപ്പം എത്രാമത്തെ സ്റ്റേജാണെന്ന് ഇവർ കാണിക്കുമല്ലോ, പക്ഷെ പ്രോഗ്രസ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഗൈസ്. അതെന്താണെന്ന് വീണ്ടും നീ തറയിൽ പോകാൻ നോക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് കണ്ടിട്ട് തന്നെ ചിരി വരും പോലെ ഗൈസ്. ഇതിന് പോലെ ഗൈസ് ഉണങ്ങിയാ തോന്നുതിയ ഉണങ്ങിയ ആ കോട്ടുവൊക്കെ ഇടുന്നുണ്ട്. കോട്ടുവ തന്നെ. എനിക്ക് ഏമ്പക്കവും കോട്ടുവയും പറ്റി ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുണ്ട് ഗൈസ്.
ഇതേപോലെ ഓ ഭാഗ്യം ഗൈസ് പോയിട്ടില്ല. നമ്മൾ ചേച്ചി ഓക്കെ ഗൈസ്. അയ്യോ ആളെ കൂടെ പേരെന്തുവാ മെച്ചറപ്പെട്ടില്ലല്ലോ. ഇതെങ്ങനെ ആ തോക്കെടുത്തിട്ട് ചതിയാണല്ലോ ഉണ്ടേ. ഈ വീണ്ടും വീട്ടിനുള്ളിൽ നമ്മള് ലബൂബോടെ ദിവസം തീർക്കാന്നുള്ള ഇതാണ്. ഇപ്പൊക്കെ ആവും ലബൂബൂടെ സ്ട്രെങ്ത് ഒക്കെ ഇച്ചിരി ഉള്ളൂ, എന്നെക്കാട്ടി ഇച്ചിരി ഉള്ളൂ. അവിടെ ഷിൻചാൻ പോകുന്നുണ്ട് ഗൈസ്. അത് ഷിൻചാൻ തന്നെയാണ് അറിയത്തില്ല ഗൈസ്. ഞാനിതിന് പറയുന്ന സ്വാനെന്നാ. ശരിക്കും ഇതിന്റെ ഒരു സ്വാറ്റ് എന്നായിരുന്നു. ഞാൻ ഇതാ ഇപ്പോഴാട്ടോ കാണുന്ന. ഇവിടെ ഇതേതോ പ്രോഗ്രസ് 96. എൻ്റെ മോനെ അത് കളി. നമ്മൾ 96 എത്തിയിട്ടുണ്ട്. നാട്ടുകാർ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തു ഗൈസ്. ഇപ്പം തീരും. ഗൈസ് നമ്മൾ വീട് കഴിഞ്ഞു. ഓ ഇതെന്ത് വേച്ചാണ് ഞാൻ. ഇത് ജെപ്പാക്കും മറ്റു സാധനമൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ക്ലിക്ക് ഫോർ യൂണീക്ക് റിവാർഡ്സ്. എനിക്കൊന്നും വേണ്ട യൂണീക്ക് റിവാർഡ്സ്. എന്തോ എനിക്ക് എസ്കേപ്പ് ചെയ്താൽ മതി ഇവിടെ നിന്ന്. അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ യൂണീക്ക് റിവാർഡ്സ്. അയ്യോ ഇതിപ്പം മാറ്റാനും പറ്റൂല. നമ്മുടെ ഹെൽത്തിൻ്റെ അവിടെ എന്തോ ഒന്ന് എഴുതിയിട്ടുണ്ട്. അത് ഇൻവൈറ്റ് ഫ്രണ്ടാണോ? ഓ മനസ്സിനും മെനക്കെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇൻവൈറ്റ് ഫ്രണ്ട് അറിയാതെ നമ്മളൊക്കെ നെറ്റ് പോകുന്നു. അതല്ലെങ്കിൽ പിന്നെയാണ് ഈ ഐക്കൺസ് ഒക്കെ വെച്ച് നമുക്ക് എനിക്കിപ്പോൾ ഈ സുഖത്തിന് കളിക്കാൻ പറ്റുന്നില്ല. ഞാൻ ജയിച്ചു ഗൈസ്. അടുത്തത് ദിയ എണീക്കണേ. ദിയാടെ കളിയാ എനിക്കെടുത്ത് ഇത് ദിയാ കളിച്ചോ കേട്ടോ. ദിയ എണീറ്റിട്ടുണ്ട്. ദിയ കളിക്കണം. ഈസി എടുത്തോ. അത് മതി. ഓക്കെ സ്റ്റേജ് 1 ആയി ഗൈസ്. ഓ ദിയ കയറി ഒഴിവില്ല. ബെഡിൻ്റെ ഉള്ളിൽ കയറി ദിയ. ദിയ കോട്ട് വിട്ടോടൊക്കെ കളിക്കുകയാണ്. ദിയ ഇപ്പോൾ അങ്ങനെയായിട്ട് ഞാനും കണ്ട്. ഞാൻ ആ സമയത്ത് പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലേ ഗൈസ്. സ്റ്റേജ് 4 ആയാ ഗൈസ്. ഇപ്പൊ ദിയ പെട്ടെന്ന് സ്റ്റേജ് 4 ആയി ഗൈസ്. അപ്പൊ ദിയ സ്റ്റേജ് 4 ഇങ്ങനെ പ്രോ ആണല്ലോ. ഇപ്പൊ 6-7 പിടിച്ചു ഗൈസ്. അതെ ഗൈസ് ദിയ ഉറക്കപ്പിച്ചാണ് കളിക്കുന്നത്. അതെ ഗൈസ്. അപ്പൊ ദിയ കളിച്ചു ഗൈസ്. സ്റ്റേജ് കാണുമ്പോഴേ തന്നെ എന്തോ പോലെ. അതെ ഇതുണ്ട്. ഇങ്ങനെ അവിടെ സ്റ്റേജ് പറഞ്ഞപ്പുറത്ത് അവര് റോബോക്സ് എങ്ങനെയാണ് കിട്ടുന്നത്. ഇതെന്തിന്റെ എല്ലാ ഗെയിമിലും ഇങ്ങനെ അറിയുന്നത്. ഗൈസ് എന്നാലും ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. നിങ്ങളവര് തരുന്നില്ല ഗൈസ്. നിങ്ങളാരും കമന്റ് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് റോബോക്സ് വേണം. ഞാനൊരു ക്യൂട്ട് ഡ്രസ്സ് ഉണ്ട്. അയ്യോ നമ്മൾ നോക്കാൻ മറന്നു. നോക്കട്ടെ. കമന്റ് ചെയ്യാത്തതിൻ്റെ അർത്ഥം അവര് വ്യൂ അല്ലേ. വാച്ച് നിങ്ങൾ ഫുൾ വീഡിയോ വാച്ച് ചെയ്യണം. ഇപ്പം നിങ്ങൾ 14 minutes 34 seconds ആയി ഇപ്പോൾ. ഓക്കെ ദിയ ഇപ്പോൾ ഇത് തരുന്നേ 2 minutes എന്തോ ആയിട്ടുണ്ട് ദിയ കളിക്കാൻ തുടങ്ങിയിട്ട്. ചട്ടിയാ അങ്ങനെ തന്നെ ഗൈസ്. നിങ്ങൾ ഈ ബോളിൽ ലൈക്ക് എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. അപ്പം
make sure to like and subscribe. അതെ ഗൈസ് സോറി ഞാൻ ഉറങ്ങിപ്പോയി എന്നിട്ട് ഞാൻ തോറ്റേ പക്ഷെ ഞാൻ ഇങ്ങനെ അവിടെ എത്തി അങ്ങനെ തന്നെ ഞാൻ ഓക്കെ ഗൈസ് അടുത്ത ബോള് പോയിക്കോട്ടെ രണ്ടാണ് അടുത്ത ഓട്ടോ ഇതൊക്കെ ഓട്ടോ കാര്യമായിപ്പോല്ലോ എനിക്ക് ഇറങ്ങുന്ന ഭയങ്കര ഇഷ്ടമായി ഇപ്പൊ എനിക്ക് ഉറങ്ങുന്ന സാധനം എൻ്റെ ഹോബി എനിക്ക് ഇഷ്ടമാണ് അവിടെ മസിലുള്ള കണ്ടില്ലേ ഞാൻ കണ്ട് നുബിനി പിസനീനി നമ്മുടെ നുബിനി പിസനീനി അണ്ണനും ഉണ്ട് ഇപ്പൊ എന്നെ പിടിക്കാവേ ആദ്യത്തെ വീഡിയോ ആണ് കാണേണ്ടത് നമ്മൾ തവളച്ചാട്ടം മുമ്പ് നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ തന്നെ അടുത്ത ഓട്ടോ അയ്യോ അയ്യോ ഇത് കോട്ട് വെക്കാറ് നീ എന്തിനാ കാട്ട് ബാബ് എനിക്കൊരു കോട്ട് ഇടല്ലേ നീയാ ഞാൻ ചാടുക ചാടുന്നുണ്ട് ഹായ് ബീച്ച് നമുക്കൊന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് ഡ്രിങ്ക് കുടിക്കുമ്പോൾ നമുക്ക് എനർജി വരുമല്ലോ എനർജി ഓടല്ലേ അങ്ങോട്ട് ഓടിപ്പോയല്ലേ അങ്ങോട്ട് അല്ലേ നമ്മൾ ലീസ്റ്റ് ആവും സ്റ്റേജ് ഓടിക്കോ ചെടിക്കോ ചെടു ചെടു നല്ല ബീച്ച് ഈ കല്ലിലൊക്കെ ഒന്ന് ഇരുന്ന് കുറച്ച് വ്യൂ കൊണ്ടുണ്ടായിരുന്നു ഈ തറയിൽ ലാവയായോണ്ട് ഒരു വ്യൂ ഇല്ല ഈ ലൈക്ക് നിങ്ങൾ make sure to subscribe, make sure to like, make sure to share, make sure to comment, make sure to bell നോട്ടിഫിക്കേഷൻ വരാനുള്ള ബെല്ല് അല്ലേ അതല്ലേ ഫൈൻ ഡേ ലാഡറല്ലേ ദേദിയുടെ കയ്യിരിക്കുന്നു ഓ അതെയാ കുറച്ച് വൈഡ് ആംഗിളാണെന്ന് തോന്നുന്നു കുറച്ച് സ്ട്രൈറ്റ് ആക്കി ഓ പറ്റുന്നുണ്ട് എൻ്റെ മോനെ ലാഡർ അണക്കാതായിരുന്നിയൊക്കെ പറ്റുന്നത് സ്റ്റേജ് 49 ഞാൻ ഒന്നും പറഞ്ഞില്ല വീഡിയോ 10 മിനിറ്റൊക്കെ കാണുള്ളൂ അപ്പൊ ചിലപ്പോ അടുത്ത കോട്ട് ഇതെന്തോ ഒരു 10,000 കോട്ട് കിട്ടില്ല ഇന്ന് ഞാൻ രാവിലെ എണീച്ചപ്പോഴേ തന്നെ ഒരു കോട്ടവായ ഈ അതൊക്കെ ഓർമ്മ ഇപ്പൊ ഉച്ച എന്തോ ആയിട്ടുണ്ട് ഞാൻ 9 മണിക്കാണ് എണീറ്റല്ലേ ആണോ എനിക്കറിയത്തില്ല ഞാൻ കംഫർട്ടബിൾ ഞാൻ 7:30 എന്തോ എണീറ്റ് അപ്പം ഗൈസ് നമ്മുടെ കസിൻ സ്വാപ്പ് വീഡിയോ ഇടാം നമുക്ക് അത് കാണും കസിൻ സ്വാപ്പ് അത് ഭയങ്കര രസമാണ് ഇംഗ്ലീഷുകാർക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ തമ്പനയിലിൽ നമ്മൾ കസിൻ സ്വാപ്പ് എഴുതിയിട്ടുണ്ട് മലയാളികൾക്ക് മനസ്സിലാവാൻ വേണ്ടി കസിൻ സ്വാപ്പിന്റെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ഗൈസ് തറയിൽ അത് നല്ല റൈറ്റ് ഓ ദിയ മറ്റേ ദിയ ഇങ്ങനെ ആദ്യം തറയിലത്ത് ചെയ്യുന്നുണ്ട് ആദ്യം തറയിൽ ചെയ്ത സ്മാർട്ട് വർക്ക് ആദ്യം മേളിൽ ചെയ്ത ഹാർഡ് വർക്ക് ഓ എൻ്റെ മോൻ അത് പൊളിച്ചേട്ടാ അത് ഇത് നീക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു ഇത് ഹാർഡ് വർക്ക് ഇത് സ്മാർട്ട് വർക്ക് അതിൽ ഇത് നീക്കാനും പോലും പറ്റത്തില്ല ഭയങ്കര ദിയ നീക്കാന്ന് പറ്റുന്നെന്ന് പറയുന്നത് എന്തുവാണെന്ന് പറയട്ടെ മതലാണ് ഞങ്ങൾ മതലി ചാരി വെച്ചിരിക്കുന്ന ആ ഫോൺ ചാരി വെച്ച് കളിക്കുന്ന അല്ല നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മതിലുണ്ട് ദിയ ഹാൻഡ് റൂം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് നിങ്ങളിത് കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ റൂം ഓക്കെ അതാണ് നമ്മളിപ്പോൾ 19 മിനിറ്റ്സ് അയ്യോ ഇപ്പോൾ 20 മിനിറ്റ്സ് ആവും ഗൈസ് നമ്മൾ 70th സ്റ്റേജ് എൻ്റെ മോനെ
20 മിനിറ്റ് കറക്റ്റ് 20 മിനിറ്റ്. ഇതിലെന്താ ഇങ്ങനെ ഇത് ഞാൻ കളിച്ചിട്ടുള്ള 6-7 നീ എവിടെ കയറിയത്? അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അത് കണ്ടില്ല കേട്ടോ. അങ്ങനെയുള്ള സാധനം അല്ലേ? അടുത്ത 456 അടുത്ത ഇതില് സ്കോപ്പ് ഉണ്ടോ? അയ്യോ ഇതില് സ്കോപ്പ് ഉണ്ടോ? എനിക്കറിയത്തില്ല. നോക്കാം. ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലെന്ന് തോന്നില്ല. ഇല്ല ഇതിലില്ല. അയ്യോ ഇല്ലല്ലോ. നീ എന്ത് ചെയ്യും? ഞാനാണ് കളിക്കുന്നത്. ഇതിന്റെ ബാക്കി വിഷമിച്ചിരിക്കുന്ന സിഗ്മ ഫേസ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിച്ചു കൊടുക്കും. ഇതിലിപ്പോ എനിക്കറിയാം ഞാൻ ഇതിൽ ജയിക്കും. ഇപ്പൊ ഞാൻ സ്ലൈഡായി തറയിൽ എനിക്ക് 3 പുറകുണ്ട്. എന്റെ അമ്മ അതിൻ്റെ കൂടെ ഒരു സ്ലീപ്പിംഗ് മാസ്ക്. എൻ്റെ അമ്മ ഗൈസ് ഞാൻ സ്റ്റേജ് 20 ആയിട്ടുണ്ട് ഗൈസ്. നീ എന്തോ ഇംഗ്ലീഷ് മദാമയാ? മദാമക്കുട്ടിയാണ് ദിയ. ഓക്കെ ഗൈസ്. ഇതിൽ ഞാൻ തോറ്റിട്ടുള്ളതാണ് സത്യത്തില്. ഹെൽത്ത് എങ്ങനെ കുറഞ്ഞു കേസ്? അതെങ്ങനെ എനിക്കറിയത്തില്ല. മറ്റേ പറക്ക എന്തോ ഒരു പേരുണ്ടല്ലോ ആ പെൻസിലിന്. അതെ കോട്ട് വേണല്ലോ ഈ വേണ്ട. ഞാൻ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് ചാടിയാൽ മതി കേസ്. അത്രേ ഉള്ളു കേസ്. ഇത് ഈസിയല്ലേ? അപ്പോൾ ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പ്ലീസ് എനിക്കിത് ഇഷ്ടം. ഇത് ഭയങ്കര ഹാർഡാണ് കാശ്. എനിക്കൊന്നും കളിക്കാൻ പറ്റില്ല. ഭയങ്കര പാടാണ്. നല്ല രസം. അയ്യോ എനിക്കിത് മിക്കവാറും റീസ്പോൺ ചെയ്യേണ്ട വരും. ഭാഗ്യത്തിന് ഇത് രസമായി. എനിക്ക് തോന്നുന്നു എനിക്ക് റീസ്പോൺ. ഇൻവൈറ്റ് എനിക്ക് ഇഷ്ടപ്പെടുന്നു. എന്നെ ദേഷ്യം പിടിപ്പിക്കുക ഈ ഇൻവൈറ്റ് കണക്ഷൻ. അപ്പം എനിക്ക് റീസ്പോൺ തന്നെ ചെയ്യേണ്ട വരും. അടുത്തൊന്നും നിർത്തു മതിയായി കോട്ടുക. അപ്പോൾ ദിയാക്കും അടുത്ത ദിയ തറയിലെന്തോ പോയിട്ടുണ്ടോ അതുവരെക്കും ഞാൻ കളിക്കാം. ഇത് ഗൈസ് 22 സ്റ്റേജ്. ഇതിലിപ്പോൾ വേഗം കളിക്കണം ഗൈസ്. ഓക്കെ അതേപോലെ അപ്പോൾ ഗൈസ് എനിക്കും തറയിൽ പോകാൻ നമുക്ക് വേഗം കളിച്ച് ജയിക്കണം. ഇതിൽ ചിലപ്പം പറ്റുമായിരിക്കും. എന്താ എടുക്കാൻ പറ്റില്ല? എടുക്ക് ഞാൻ അയ്യോ ഇതിന് റീസ്പോൺ തന്നെ ചെയ്യണമെന്ന് തോന്നുന്നു ഗൈസ്. ഇതിൽ റീസ്പോൺ തന്നെ ചെയ്യണം. നമ്മൾ റീസ്പോൺ ചെയ്യണം. ഗൈസ് എന്തോ ഗൈസ് റീസ്പോൺ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഇനി ഇതും കൊണ്ട് ചെയ്യാൻ കഴിയും. ഇവിടെ ഇടാം. ഓക്കെ ഇതാണ് ബെസ്റ്റ്. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. കിട്ടും. ഇത് കിട്ടുമായിരിക്കും. ഇത് കിട്ടും. യെസ് ഗൈസ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. യെസ് ഗൈസ് നമ്മൾ ജയിച്ചു ഗൈസ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഷോട്ട് ഗോ.
എസ്കേപ്പ് ചെയ്യും. അപ്പോൾ ഒരു 1-2 മിനിറ്റൊക്കെ കാണത്തുള്ളൂ. സ്റ്റേജ് 24 ഗൈസ്. ഞാൻ പറഞ്ഞ ഇതുപോലും അറിഞ്ഞില്ല ഗൈസ്. ഞാൻ സ്വാനാണോ സാറ്റാണോ നോക്കട്ടെ. ഞാൻ അത് മറന്നുപോയി ഗൈസ്. സ്വാനാണോ സാറ്റാണോ? ഇതെന്തോ ഇതെന്തോ കോട്ടൻ ക്യാൻഡിയാ? ബ്രൗൺ കോട്ടൻ ക്യാൻഡിയാണ്. എനിക്കറിയത്തില്ല ഇതെന്തുവാണ് ഗൈസ്. ഓക്കെ, ഇപ്പോൾ ജയിക്കാൻ വേണ്ടി ഞാൻ തയ്യാറാണ് ഗൈസ്. ഓക്കെ, കില്ലോൾ റീസെറ്റ് ആണോ എന്ന് വെച്ചാൽ ആദ്യം മുതൽ കളിക്കണം. അതായിരിക്കും ഗൈസ്, എനിക്കറിയില്ല. ഓക്കെ, ഇത് കുറച്ച് ഹാർഡാണ്. എനിക്കിത് വെറുതെ അല്ല, ലാസ്റ്റ് സ്റ്റേജ് ഭയങ്കര പാടാട്ടോ. അതുകൊണ്ടാണ് ഇത് ലാസ്റ്റ് സ്റ്റേജ് ആയിരിക്കുക. അത് അങ്ങനെയെല്ലാം ആയിരിക്കും ഗൈസ്. ഓക്കെ, ഭയങ്കര പാടാണ്. ഓക്കെ ഗൈസ്, നമ്മൾ തോറ്റോണ്ടിരിക്കണം ഗൈസ്. നമ്മൾ തോറ്റോണ്ടിരിക്കണം. നിങ്ങൾക്കൊരു മ്യൂസിക് കേൾക്കുന്നുണ്ടോ ഗൈസ്? ഞാനിങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കളിക്കുവാണ്. അത് ഞാൻ നിർത്തുവാണ് ഗൈസ്. ഭയങ്കര ആനമായി നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ സീനെത്തി. നമ്മൾ ജയിച്ചു. പറയാൻ പറ്റില്ല. അപ്പോൾ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ ബൈ.